പൂക്കാട്ടുപടിക്കടുത്ത് കുഞ്ചാട്ടുകര ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വീടിന്റെ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. കളർ കോമ്പിനേഷൻ കൊണ്ടും എലിവേഷൻ ബ്യൂട്ടി കൊണ്ടും വ്യത്യസ്തമായൊരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. നാല് മീറ്റർ ഇന്റേണൽ റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ വീട് വരുന്നത്. റോഡിന്റെ ഡെഡ് എൻഡ് ആയതിനാൽ നമുക്ക് ഈ ഭാഗം ഗസ്റ്റ് പാർക്കിങ്ങിനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. വീടിന്റെ ഗേറ്റിലേക്ക് വരുമ്പോൾ 5.3 മീറ്റർ ഓപ്പണിംഗ് സ്പേസ് ആണ് വരുന്നത്. വളരെ വ്യത്യസ്തമായൊരു ഡിസൈനാണ് ഗേറ്റിന് നൽകിയിരിക്കുന്നത്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റുകളോടുകൂടി 4 ബെഡ്റൂമുകളായിട്ടാണ് ഈ വീട് പൂർത്തിയാക്കിയിരിക്കുന്നത്. വീടിന്റെ മുറ്റത്തേക്ക് വരുമ്പോൾ ഇവിടം ആർട്ടിഫിഷ്യൽ ഗ്രാസും കടപ്പാക്കല്ലും കൊടുത്ത് ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. പടിഞ്ഞാറ് ദർശനമായിട്ടാണ് ഈ മനോഹരമായ വീട് വന്നിരിക്കുന്നത്. വീടിന്റെ മുൻഭാഗത്തായി 2 കാർ പാർക്കിങ്ങിനുള്ള സൗകര്യം ഉണ്ട്. ഇവിടെയായി വരുമ്പോൾ ഏകദേശം 19 അടി നീളവും 12 അടി വീതിയുമാണ് ഉള്ളത്. ഈ ഭാഗത്തായിട്ട് വരുമ്പോൾ ഏകദേശം 25 അടി നീളവും 11.5 അടി വീതിയുമാണ് വരുന്നത്. ഇവിടെയും ഒരു SUV പാർക്കിംഗ് ലഭിക്കുന്നതാണ്. ഇത് വീടിന്റെ സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇവിടെ മനോഹരമായി ഗാർഡനിങ് ചെയ്ത് വൃത്തിയായി ചെയ്തിരിക്കുന്നു. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തും എലിവേഷന് കൂടുതൽ ഭംഗി നൽകുന്ന രീതിയിൽ തന്നെ ഗാർഡനിങ് ചെയ്തിട്ടുണ്ട്. വീടിന്റെ തെക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കടപ്പാക്കല്ലുകളും ചിപ്സും ഉപയോഗിച്ച് വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. വീടിന്റെ പുറകു ഭാഗത്തായിട്ട് ഏകദേശം 8 അടി വീതിയുണ്ട്. അതിനാൽ തന്നെ ഈ ഭാഗം നമുക്ക് വർക്ക് ഏരിയ ചെയ്ത് മനോഹരമായി ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ തന്നെ വീടിന്റെ വടക്ക് കിഴക്കേ മൂലയായ ഇവിടെയായിട്ടാണ് ഈ വീടിന്റെ ശുദ്ധജല സ്രോതസ്സായ കിണർ വന്നിരിക്കുന്നത്. വീടിന്റെ വടക്ക് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയും കടപ്പാക്കല്ലുകളും മെറ്റൽ ചിപ്സും ആർട്ടിഫിഷ്യൽ ഗ്രാസും ഉപയോഗിച്ച് വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. പടിഞ്ഞാറ് ദർശനമായി വരുന്ന ഈ വീടിന്റെ പ്രധാന വാതിലും പടിഞ്ഞാറ് ദർശനമായി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 7.5 അടി നീളവും 3 അടി വീതിയുമാണ് ഈ സിറ്റ് ഔട്ടിനുള്ളത്. സിറ്റ് ഔട്ടിന്റെ ടൈലുകളും ഈ വീടിന്റെ എലിവേഷന് യോജിക്കുന്ന രീതിയിലെ കളർ കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. പ്രധാന വാതിൽ തീർത്തും മഹാഗണിയിൽ മുഴുവനായും തടിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിന്റെ ലിവിംഗ് സ്പേസിലേക്കാണ്. ഏകദേശം 13 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ലിവിംഗ് റൂമിന് ഉള്ളത്. ലിവിംഗ് റൂമിന്റെ മുകൾ ഭാഗം ഡബിൾ ഹൈറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇരുവശത്തും ജനലും ജാലി വർക്കും ഗ്ലാസും കൊടുത്ത് പരമാവധി പ്രകാശം ഉള്ളിലെത്തുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ലിവിംഗ് റൂമിന്റെ മറ്റൊരു പ്രത്യേകത ഈ ടൈൽ കോമ്പിനേഷനാണ്. 2 കളർ പാറ്റേണിലായിട്ടാണ് ലിവിംഗ് റൂമിനെയും ഈ പാസേജിനെയും വേർതിരിച്ചിരിക്കുന്നത്. ഈ വീടിന്റെ ഈ ഭാഗത്തായിട്ടാണ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത്. വാഷ് കൗണ്ടറിന്റെ ബാക്ക് സൈഡ് ടെക്സ്ചർ വർക്ക് കൊടുത്ത് മനോഹരമായി ചെയ്തിരിക്കുന്നു. ഈ വീടിന്റെ ഡൈനിങ് സ്പേസ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത്. ഏകദേശം 10 അടി നീളവും 7 അടി വീതിയുമാണ് ഈ ഡൈനിങ് സ്പേസിനുള്ളത്. അതേപോലെ തന്നെ ഈ ഡൈനിങ് സ്പേസ് വളരെ മനോഹരമാക്കാൻ വേണ്ടി അതിൻ്റെ എതിർഭാഗത്തായിട്ട് കബോർഡ് വർക്ക് ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ കിച്ചണിലേക്കാണ്. കിച്ചണിൻ്റെ എൻട്രൻസ് ഭാഗത്ത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ കൊടുത്തിരിക്കുന്നു. ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൻ്റെ മുകളിലായിട്ട് മാറ്റ് ഫിനിഷുള്ള വൈറ്റ് നാനോ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ ഈ കിച്ചണ് 9 അടി നീളവും 9 അടി വീതിയുമാണ് ഉള്ളത്.
ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂമിലേക്കാണ് പോകുന്നത്. ഏകദേശം 12 അടി നീളവും 9.5 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് ഈ ബെഡ്റൂം വരുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു കബോർഡും ഈ ഭാഗത്തായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. ഇതിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ താഴത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 9 അടി വീതിയും 9.5 അടി നീളവുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായിട്ട് വരുന്ന ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് കൊടുത്തിരിക്കുന്നത്. ഇനി ഈ ബെഡ്റൂമിൻ്റെ ബാത്റൂമിലേക്ക് പോകാം. ഇവിടെയും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മുകളിലത്തെ നിലയിലേക്കാണ്. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ ഏറ്റവും മനോഹരമായി നമ്മൾ ശ്രദ്ധിക്കുന്നത് ഈ സ്റ്റെയർ തന്നെയാണ്. ഹാൻഡിൽ വുഡ് കൊണ്ട് റാപ്പ് ചെയ്ത ഈ ഒരു സ്റ്റെയർ വുഡിൻ്റെയും ബ്ലാക്ക് കോമ്പിനേഷനിൽ വളരെ ഭംഗിയായി തന്നെ ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ സ്റ്റെപ്പുകൾ ഹൈറ്റ് കുറഞ്ഞ് ആവശ്യത്തിന് ത്രെഡും റൈസും കൊടുത്തതിനാൽ അനായാസം നമുക്ക് കയറാൻ സാധിക്കുന്നതാണ്. സ്റ്റെയർ കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ്ങിലേക്കാണ്. അപ്പർ ലിവിങ്ങിലേക്ക് പ്രകാശം പൂർണ്ണമായും കടക്കത്ത രീതിയിൽ ഇവിടെ ഗ്ലാസ് വർക്കുകൾ ചെയ്തിരിക്കുന്നു. അപ്പർ ലിവിങ്ങിന് ഏകദേശം 20 അടി നീളവും 10 അടി വീതിയുമാണുള്ളത്. ഈ ഭാഗത്തായിട്ട് TV യൂണിറ്റിനുള്ള സ്പേസും കൊടുത്തിരിക്കുന്നു. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമിലേക്കാണ്. താഴത്തെ സെയിം സൈസ് തന്നെയാണ് ഈ ബെഡ്റൂമിനും ഉള്ളത്. ഇതും സൗത്ത് വെസ്റ്റ് കോർണറിലായിട്ടാണ് വരുന്നത്. സൗത്ത് വെസ്റ്റ് കോർണറായി വരുന്ന ഈ ബെഡ്റൂമിന് ഈ ഭാഗത്തായിട്ടാണ് കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു ഡ്രസ്സിംഗ് ടേബിളിനുള്ള പ്രൊവിഷനും ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് വന്നാൽ ഇതും അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബാത്റൂം തന്നെയാണ്. ഇവിടെയും ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയും രണ്ടായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ലാസ്റ്റ് ബെഡ്റൂമിലേക്കാണ്. ഏകദേശം 9.5 അടി നീളവും 9 അടി വീതിയുമാണ് ഈ ബെഡ്റൂമിനുള്ളത്. സൗത്ത് ഈസ്റ്റ് കോർണറിലായി വരുന്ന ഈ ബെഡ്റൂമിൻ്റെ ഈ ഭാഗത്തായിട്ടാണ് കബോർഡ് വർക്കുകൾ വരുന്നത്. ഇനി നമ്മൾ പോകുന്നത് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമിലേക്കാണ്. നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. ക്ലോസ് ചെയ്ത് വളരെ ഭംഗിയായി തന്നെ നമുക്ക് ഈ ഏരിയ ഉപയോഗിക്കാവുന്നതാണ്. മുകളിലേക്കുള്ള സ്റ്റെയറും ഇവിടെയാണ് നൽകിയിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ട് ഒരു ടാപ്പും സ്വിച്ചും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പോകുന്നത് ഈ വീടിൻ്റെ ബാൽക്കണിയിലേക്കാണ്. ഏകദേശം 13 അടി നീളവും 3 അടി വീതിയുമാണ് ഈ ബാൽക്കണിക്കുള്ളത്. സൺലൈറ്റ് ഡയറക്റ്റ് ലഭിക്കുന്നതിനായി ഇവിടെ ഒരു ഗ്ലാസ് വർക്കും കൊടുത്തിട്ടുണ്ട്. ബസ് സ്റ്റോപ്പിൽ നിന്ന് 500 മീറ്റർ ഡിസ്റ്റൻസിലായാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കാക്കനാടേക്ക് 11 കിലോമീറ്ററും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ഇടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്ററും രാജഗിരി ഹോസ്പിറ്റലിലേക്ക് 2 കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ചാർട്ടർ ആൻഡ് കൊച്ചിൻ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് ഈ വീട്ടിൽ നിന്ന് 3 കിലോമീറ്റർ ഡിസ്റ്റൻസ് ആണ് വരുന്നത്. 4 സെന്റ് 200 ലിങ്സ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമുകളുള്ള ഈ വീടിന് ബിൽഡർ ചോദിക്കുന്നത് 78 ലക്ഷം രൂപയാണ്. തികച്ചും ഈ വില നെഗോഷ്യബിൾ ആണ്. അതേപോലെ തന്നെ ഈ വീടിന് ലോൺ ഫെസിലിറ്റിയും അവൈലബിൾ ആണ്. ലോൺ സംബന്ധമായ എൻക്വയറീസിനും
ഇതുപോലുള്ള മനോഹരമായ വീടുകൾ നേരിൽ കാണുന്നതിനും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിനും സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എൻ്റെ പേര് നീതു. താങ്ക്സ് ഫോർ വാച്ചിങ്.